ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുയത്തൈരാസഭയ്ക്കുള്ള ദൂതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. തുയഥൈരയിലെ സഭയുടെ ദൂതനെ എഴുതുക. അഗ്നിജ്വാലിക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലേറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. തുയത്തൈര സഭയിലെ ദൈവമക്കൾ വിഗ്രഹാരാധികളായിപ്പോയി. സത്യദൈവത്തെ വിട്ട് ഊമവിഗ്രഹങ്ങളിലേക്ക് അവരുടെ ആരാധന തിരിച്ചുവിട്ടു. സത്യദൈവവിശ്വാസം മാറി. അവർ വിഗ്രഹാരാധികളായി തീർന്നു. വിഗ്രഹത്തെ നമസ്കരിക്കുക എന്ന് പറയുന്ന ഇന്ന് നാം കേൾക്കുന്ന രീതിയിലുള്ള വിഗ്രഹങ്ങളല്ല. അതുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അവർക്ക് പറ്റിയ അപകടം, അവർ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ലോകത്തെ സ്നേഹിച്ചു. അനേകം വിശ്വാസികൾക്ക് പറ്റുന്ന ഒരു അപകടമാണ് ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ലോകത്തെ സ്നേഹിക്കുന്നു. ലോകം കൂടിയേ കഴിയൂ, തീർച്ചയായിട്ടും വേണം. ലോകത്തിലെ പണം വേണം, ലോകത്തിൽ ജീവിക്കാനുള്ള സൗകര്യം വേണം, ലോകത്തിൽ നമുക്ക് കടപ്പാടം വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷേ അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം അതല്ല. ഇത് തിരിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു വലിയൊരു പ്രകാശമാണ്, വലിയൊരു കൃപയാണ്. ലോകം വിടുക എന്ന് പറഞ്ഞാൽ നാം ഈ ലോകത്തിൽ നിന്ന് ഓടിപ്പോകുക എന്നല്ല അതിൻ്റെ അർത്ഥം. ലോകത്തിലുള്ളതൊന്നും നമ്മൾ ബന്ധിച്ച് നിർത്താൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലാക്ക് ദൈവം മാത്രമായിരിക്കണം, ദൈവരാജ്യവും മാത്രമായിരിക്കണം. ലോകമയത്വം വലിയ അപകടമാണ്. തുടരെ ഈ ഓരോ സഭയോടും പറയും ദൂതിൽ ഇത് നമുക്ക് കാണാം. എഫേസസ് സഭയ്ക്കും പറ്റിയ ഒരു അപകടം അതാണ്. ലോകമാന്യതയ്ക്കൊത്തോണം അവർ ജീവിക്കാൻ തുടങ്ങി. അവിടെ വിളക്ക് കിട്ടുപോയി. സ്മൃണ സഭയ്ക്ക് പറ്റിയ അപകടം തന്നെ. പീഡകൾ വന്നപ്പോൾ അവരെ ഞെരുങ്ങി. അവർ ലോകത്തിന് മുമ്പിൽ വെറുക്കപ്പെട്ടവരായി നിൽക്കാൻ അവർ ശ്രമിച്ചു. പീഡയായിരുന്നു, എങ്കിലും ഒരളവിലേ അവർക്ക് ജയിക്കാൻ പറ്റിയുള്ളൂ. ചിലർക്ക് തോൽവി പറ്റി. അതുകൊണ്ട് കുറേ കാലം അവർ ബന്ധനത്തിലായിപ്പോയി. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് സാത്താൻ നിങ്ങൾ ചിലർ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. പെർഗമസഭയ്ക്ക് പറ്റിയത് ഇത് തന്നെ. അവർക്ക് പറ്റിയ അപകടം ഇത് തന്നെ. ലോകത്തിലേക്ക് ചാഞ്ഞുപോയി. അനേകം വിശ്വാസികളും ആത്മീയമായി ആരംഭിച്ചവരാണ്. ഗലാത്യ സഭയിലെ വിശ്വാസികൾ അങ്ങനെയായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ഗലാത്യ സഭയിലെ വിശ്വാസികൾ അവർ നല്ല ഉണർവും ഉന്മേഷവുമുള്ള ആത്മീയത്വമുള്ളവരായിരുന്നു. എന്നാൽ അവർക്ക് ചില ചിന്താക്കുഴപ്പങ്ങൾ കടന്നുകൂടി. ഒന്ന്, ചില കള്ള സഹോദരന്മാർ ഉപദേശ പിശകുകളുമായി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. വളരെ സൂക്ഷിക്കേണ്ടതാണ്. കള്ള സഹോദരന്മാർ കൂട്ടായ്മക്കാരാണ്, പക്ഷേ അവർ വ്യാജമായിരുന്നു. അവർക്ക് ചില സ്ഥാപിത താല്പര്യം ഉണ്ടായിരുന്നു. കള്ള സഹോദരന്മാർ നുഴഞ്ഞു വന്നു. അവരുടെ ദുരുപദേശം അവിടെ പരത്തി. ആളുകളുടെ ആത്മീയം നശിച്ചുപോയി. അതുമാത്രമല്ല,
അവർക്ക് പാവങ്ങളിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, പാവത്തിനുള്ള ജയം ഉണ്ടായിരുന്നു. പക്ഷേ ആ ജയജീവിതം പോയി, അവർ തോൽവി അടയാൻ തുടങ്ങി. അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്യുമെന്ന് പറയുന്ന പോലെ അന്യോന്യം പരസ്പരം വൈരാഗ്യമായി കൂട്ടായ്മയ്ക്കകത്ത് ഗലാത്യ സഭയ്ക്ക് പരസ്പരം കടിക്കുകയും തിന്നുകളയുകയും ചെയ്തു എന്നതുപോലെ ഗലാത്യയിലെ 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. പരസ്പരമുള്ള സ്നേഹമൊക്കെ പോയി. ഒരു സമയത്ത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്തൊരു സ്നേഹമായിരുന്നു. ഗലാത്യ സഭ നല്ല സ്നേഹമുള്ള സഭയായിരുന്നു. അത്രമാത്രം സ്നേഹമുണ്ടായിരുന്ന സഭ ഇന്ന് പരസ്പരം കടിക്കുകയും തിന്നുകളയുകയും ചെയ്യുന്നത് പോലത്തെ രീതിയിൽ വൈരാഗ്യമായി തീർന്നു പലരും. ആത്മാവിൽ ആരംഭിച്ചു, ജഡം കൊണ്ടോ സമാപിക്കുന്നതെന്ന് കർത്താവ് ചോദിച്ചു. പൗലോസ്യയുടെ നാവ് അതങ്ങനെയാണ് പറഞ്ഞത്. ആത്മാവിൽ നിങ്ങൾ ആരംഭിച്ചു, പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, ആത്മാവിൽ നിങ്ങൾ ആരംഭിച്ചു, പക്ഷേ നിങ്ങൾ ജഡത്തിലോ സമാപിക്കുന്നത്. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, നല്ല ഓട്ടം ഓടിയവരാണ്, പക്ഷേ ഈ നിങ്ങളെ തടുത്തത് ആരാണ്? നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ തടുത്തു കളഞ്ഞു, പിശാച് തടുത്തു കളഞ്ഞു. നല്ല ഓട്ടമായിരുന്നു, പക്ഷേ പിശാച് തടുത്തു കളഞ്ഞു. ഒരു ദിവസത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, 5-ാം അധ്യായം 1-ാം വാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനോഹത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. അടിമനോഹത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയവരാണ്, പാവത്തിന് ജയം കിട്ടിയവരാണ്, പാപത്തിൽ നിന്ന് മോചനം കിട്ടിയവരാണ്. പക്ഷേ നിങ്ങൾ പിന്നെയും കുടുങ്ങിപ്പോകുന്നതാണ്, പാവത്തിൽ കുടുങ്ങിപ്പോകുന്നതാണ്. അടുത്ത വാക്യം പറയുന്നത് നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്നാണ്. കൃപയിലായിരുന്നു, പക്ഷേ കൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യർ 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. ഇനി വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വായിച്ച് നോക്കണം. ഗലാത്യ ലേഖനം മുഴുവൻ വായിക്കുന്നത് നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒരവസരത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിലോ സമാപിക്കുന്നത്. 3-ാം അധ്യായം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വളരെ സങ്കടത്തോടെ വിളിക്കുകയാണ്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ടനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുകയെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്ട് നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് പോലെ നിങ്ങൾ ബോധമില്ലാത്തവരെ പോലെ ആയല്ലോ. യേശുക്രിസ്തു കണ്ണ് വരച്ച് കിട്ടിയിരിക്കുകയാണ്. വൈകിയ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? നല്ലൊരു തീക്ഷ്ണതയുള്ളവരായിരുന്നല്ലോ നിങ്ങൾ, നല്ല ഉത്സാഹമുള്ളവരായിരുന്നല്ലോ നിങ്ങൾ, ആത്മീയമായി നല്ല ഉന്മേഷത്തോടുകൂടി നിങ്ങൾ ഓടിയവരായിരുന്നല്ലോ, നന്നായി ഓടിയിരുന്നല്ലോ. നിങ്ങളെ ആര് ക്ഷുദ്രം ചെയ്ത് മയക്കി? പിന്നെ ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. ഒന്ന് മാത്രം നിങ്ങളോട് ഞാൻ ഗ്രഹിക്കാൻ ഇച്ഛിക്കുന്നു. എനിക്ക് ഇതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ആരാണ് നിങ്ങളെ ഈ അപകടത്തിലാക്കിയത്? നല്ല ഉത്സാഹത്തോടെ വന്ന ഗലാത്യ സഭയ്ക്ക് ഈ വലിയ കേടുവരാൻ എന്താണ് കാരണം? ഇതൊന്നു മാത്രം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന് പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മാവ് ലഭിച്ചത്? ആത്മാവ് ലഭിച്ചല്ലോ. എങ്ങനെ? വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടല്ലേ. വലിയ തത്വചിന്തകളോ ന്യായപ്രമാണ കൽപ്പനകളോ ഒന്നും പഠിച്ചിട്ടല്ലല്ലോ. മോശയ്ക്ക് ന്യായപ്രമാണം പഠിച്ചിട്ടോ വായിച്ചിട്ടോ അല്ലല്ലോ. നിങ്ങൾക്ക് ഒരു വിശ്വാസം കിട്ടി. ഒരു വിശ്വാസം, നിർമ്മലമായ വിശ്വാസം, നിഷ്കളങ്കമായ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, നമുക്ക് കർത്താവ് ഒരു നിർമ്മല വിശ്വാസം തന്നു. അത് വിട്ടുകളയരുത്, ഒരിക്കലും വിട്ടുകളയരുത്. വലിയ നിധിയാണത് ഒരു വിശ്വാസം. വിശ്വാസം ഒരു വലിയ സ്വത്താണ്, ഒരിക്കലും വിട്ടുകളയരുത്. എപ്പോഴും ഞാൻ ഓർത്തു, അനേകർക്ക് പറ്റുന്ന അപകടം ആത്മാവിനെ വിശ്വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ആത്മാവിനെ തിരിച്ചറിയാനോ വിശ്വസിക്കാനോ സാധിക്കുന്നില്ല. നിങ്ങൾ വചനം പറയുന്നവർ മാത്രം കാണുന്നു, പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല. വചനം പറയുന്ന വ്യക്തിയെ കണ്ടാൽ പ്രയോജനമില്ല, പരിശുദ്ധാത്മാവിനെ കാണണം, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളെ കാണണം. പലപ്പോഴും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയോട് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ വചനത്തോടോ പരിശുദ്ധാത്മാവ് തരുന്ന ആശയങ്ങളോടോ യോജിച്ച് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് എങ്ങനെയാണ്? വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോഴല്ലേ. നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവരോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ ചോദിക്കുന്ന ചോദ്യം വളരെ അർത്ഥവത്താണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും കിട്ടിയ വിശ്വാസത്തിൻ്റെ കണിക പോലും നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ഒരു വിശ്വാസം ഒരു സ്വത്താണ്, നിധിയാണ്. അനേകർക്കും ആ ഒരു നിധി കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷേ ചില ജഡത്തിൻ്റെ ബലഹീനത വന്നാലും സാരമില്ലെന്ന് ഞാൻ പറയും. സാരമില്ലെന്ന് ഞാൻ തന്നെ പറയട്ടെ. ജഡത്തിൻ്റെ ബലഹീനത, ഒരു ഏതെങ്കിലും കാര്യത്തിൽ ഒരു കടുംപിടുത്തം, അല്ലെങ്കിൽ ഒരു നീരസം, അല്ലെങ്കിൽ ഒരു പരിഭവം, പാവം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത് പാവമായി ദൈവം കണക്കിടുകയില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിലും ക്രിസ്തുവിൻ്റെ വചനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ പല പാപങ്ങളും കർത്താവ് കണക്കിടുകയില്ല, അതെല്ലാം മറികടന്നു പോകും. എന്നാൽ പറ്റിയിരിക്കുന്ന അപകടം എന്താണ്? ആത്മാവിന് വിശ്വാസമില്ല,
ഇല്ല, ഗലാത്യ സഭയ്ക്ക് പറ്റിയ അപകടം അതാണ്. ആത്മാവിൽ വിശ്വാസമില്ലാത്തവരായി പോയി. ഇത്ര പെട്ടെന്ന് നിങ്ങൾ വീണുപോയല്ലോ എന്നാണ് അപ്പോസ്തലൻ പറയും. ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് വീണുപോയല്ലോ. ഇന്ന് നന്നായി നിന്നവരായിരുന്നു, ഇന്ന് ഉത്സാഹത്തോടെ നടന്നവരായിരുന്നു, ആത്മീയമായ ഉത്തേജനത്തോടെ നടന്നവരായിരുന്നു. പക്ഷേ നിങ്ങൾ ഇത്ര പെട്ടെന്ന് വീണുപോയല്ലോ. ദൈവത്തിന് സ്തോത്രം. അതേ സ്ഥിതിയാണ് ഈ സഭകൾക്ക് ഓരോന്നിനും പറ്റിയത്. ത്വൈതേര സഭയ്ക്ക് അത് തന്നെയാണ് പറ്റിയത്. ഒരു സ്ത്രീ, ഇസബേൽ എന്ന് പറയുന്നൊരു സ്ത്രീ, അവൾ ഒരു വിശ്വാസ വൈപരീത്യം കൊണ്ടുവന്നു സഭയ്ക്കുള്ളിലേക്ക്. അവൾ ഭരിക്കാൻ തുടങ്ങി, അവിടെയുള്ള ദൈവമക്കളെ ഭരിക്കാൻ തുടങ്ങി. ഒരിക്കലും സ്ത്രീ സഭയെ ഭരിക്കാൻ ഇടവരരുത്, സൂക്ഷിക്കുക. സ്ത്രീ ഭരിക്കരുത്, സ്ത്രീ കൂട്ടായ്മ നടത്തരുത്. കൂട്ടായ്മയിൽ വരാം, സാക്ഷ്യം പറയാം, പക്ഷേ സ്ത്രീ കൂട്ടായ്മ ഭരിക്കരുത്, കൂട്ടായ്മ നടത്തരുത്. ഇതെല്ലാം ഓരോ വലിയ പാഠങ്ങളാണതെല്ലാം. പുതിയ ശിഷ്യന്മാരരുത്, പുതിയ ശിഷ്യന്മാർ ഈയിടെ വന്നവരെ പെട്ടെന്ന് നേതാക്കന്മാരാക്കി എടുക്കരുത്. അവരെ പരീക്ഷിച്ച് അവർ നിൽക്കുമോ കൊള്ളാമോ എന്ന് നോക്കിയിട്ട് വേണം അവരെ ഓരോ സ്ഥാനങ്ങളിലാക്കാൻ. പുതിയ ശിഷ്യന് വരുത് എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പുതിയ ശിഷ്യന് വരുത്. അവർക്ക് നിഗളിച്ചിട്ട് അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പുതിയ ശിഷ്യന് അരുത് എന്ന് പറയുന്നു. പെട്ടെന്ന് നിഗളം വന്ന് കയറും, അവരുടെ ആത്മാവ് നശിച്ചു പോവുകയും ചെയ്യും. നല്ല ഇരുത്തം വന്നവരെ, നല്ല പക്വതയുള്ളവരെ കർത്താവിൻ്റെ വേലയ്ക്കാക്കണം. ഏത് പുറമെയുള്ള പക്വതയല്ല, വിദ്യാഭ്യാസമല്ല, ആത്മീയമായ പക്വത. ആത്മീയമായ പക്വത വേണം, ആത്മീയമായ പരിജ്ഞാനം വേണം. ഈയിടെ വന്ന ഒരാളെ പിടിച്ച് പ്രസംഗിക്കാൻ നിർത്തി. കുറച്ച് ഏതാണ്ടൊക്കെ അന്നൊക്കെ നല്ലൊരു ഉത്സാഹമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ ആളെ കാണാനേ, രംഗത്ത് കാണാനേ ഇല്ല. അങ്ങനെ വരരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് വേദനയോടെ സഭയെ നോക്കിയോട് പറയുകയാണ്. ഗലാത്യ സഭയെ നോക്കി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കർത്താവ് ഇവിടെ ഈ ത്വൈതേര സഭയെ നോക്കി പറയുകയാണ്. സ്ത്രീ നേതൃത്വം കൊടുക്കുന്നു. ആ സ്ത്രീ അവൾ ഭരിക്കുകയാണ്. അതോ ഭരിച്ചതോ കൂടുതൽ അപകടകരമായ രീതിയിൽ. സഭയ്ക്കുള്ളിലെ ഭരണം എങ്ങനെയായിരുന്നു? ഈ ജഡീകപാപം, അശുദ്ധി, വ്യഭിചാരം അത് പാവമല്ല എന്നവൾ പഠിപ്പിച്ചു. ഇതൊരു ഭയാനകമായി പോയി, എത്ര ഭയാനകമായി പോയി. ശരീരം അത് ജഡം ബലഹീനമല്ലേ? ജഡം ശരീരം സാധാരണ ബലഹീന ശരീരം. ജഡമോ ബലഹീനം, ആത്മാവോ ഒരുക്കമുള്ളതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആത്മാവിന് ഒരുക്കം മതി, ജഡം എങ്ങനെയും പോട്ടെ എന്ന് ചിന്തിക്കുന്നൊരു മാരകമായ ചിന്താഗതിയിലേക്ക് അവൾ പോയി. നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ ശരീരം എന്ത് ചെയ്താലും, ഒരു ശരീരം നുണ പറഞ്ഞാലും, അല്ല ഈ ശരീരം കൊള്ളരുതാത്ത പ്രവൃത്തി ചെയ്താലും, ഏതെങ്കിലും അഴുക്കായ വാക്കുകൾ പറഞ്ഞാലും, അഴുക്കായ പ്രവൃത്തി ചെയ്താലും ഒന്നും ശരീരമല്ലേ ചെയ്യുന്നത്, അത് സാരമില്ല എന്നുള്ളൊരു ഭയാനകമായ ചിന്താഗതി ഒന്നുകൂടി സഭയ്ക്കകത്ത്. അന്നത്തെ ത്വൈതേര സഭയ്ക്കകത്ത് ഒന്നുകൂടി. എന്തു പറ്റി? ആ സ്ത്രീ അവരെ എല്ലാവരെയും ദുർനടപ്പിലേക്ക് നയിച്ചു. പാവപ്പെട്ട വിശ്വാസികൾ ദുർനടപ്പിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ഓർമ്മകൾക്ക് അതിരിട്ട് വരുന്നു. വിടുതൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു സ്ത്രീ നടത്താൻ തുടങ്ങിയപ്പോഴേക്കും അത് വഴിതെറ്റിപ്പോയി. ഒരു സ്ത്രീ നടത്താൻ തുടങ്ങിയപ്പോഴേക്കും അത് മുഴുവൻ വഴിതെറ്റിപ്പോയി. അവളുടെ കൂടെ ശിങ്കിടികളായി കുറേ പുരുഷന്മാരുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനാണ് ക്രിസ്തു എന്ന് അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ, ഞാനാണ് ക്രിസ്തു എന്ന് അവൾ പറഞ്ഞു തുടങ്ങി. എന്താ പറയുക, നിസ്സാര കാര്യമാണോ? ഞാനാണ് ക്രിസ്തു. അവൾ കോലഞ്ചേരിക്ക് പോന്നാൽ കർത്താവ് കോലഞ്ചേരിക്ക് പോയി എന്നും, അവൾ തിരുവനന്തപുരത്തെത്തിയാൽ ഇന്ന് കർത്താവ് തിരുവനന്തപുരത്ത് വരുമെന്നൊക്കെ പറഞ്ഞു തുടങ്ങി ആളുകൾ. മാരകമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ ഞങ്ങൾ ഇവിടെയുള്ള കുറേ ആളുകൾ അതിൽ നിന്നെല്ലാം ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. വലിയ കെണിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, വിസ്തരിച്ചാന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേങ്കിലും ഒരു സ്ത്രീ നടത്തുന്ന കൂട്ടായ്മ ഈ രീതിയിൽ ഒരിക്കലും നമ്മുടെ സഭ ഛിന്നഭിന്നമായി പോകരുത്. സഭ നമ്മുടെ കൂട്ടായ്മ ഛിന്നഭിന്നമായി പോകരുത്. ഏറ്റവും യോഗ്യമായ രീതിയിൽ വേണം ഇത് നടക്കാൻ. ഏറ്റവും യോഗ്യമായ രീതിയിൽ സ്ത്രീകൾക്ക് സാക്ഷ്യം പറയാം, സ്ത്രീകൾക്ക് പ്രബോധനം പറയാം, കുഴപ്പമില്ല. സ്ത്രീകൾക്ക് വിവിധ ഭാഷകളിൽ പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. സ്ത്രീകൾക്ക് പാട്ടുപാടാം, കുഴപ്പമില്ല. പക്ഷേ സ്ത്രീ പുരുഷൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ പാടില്ല. പൗലോസ് എഴുതിയ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൽ കാണാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീ മിണ്ടാതിരിക്കുക വെച്ചാൽ സാക്ഷ്യം പറയേണ്ട എന്നല്ല. പക്ഷെ ഒരിക്കലും സ്ത്രീ വീടിൻ്റെയോ ഭർത്താവിൻ്റെയോ കർത്തൃത്വം ഏറ്റെടുക്കരുത്. ഭർത്താവിന് വിനയപ്പെട്ടിരിക്കണം, ഭർത്താവിന് താണിരിക്കണം, ഭർത്താവിന് വിനയപ്പെട്ടിരിക്കണം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന സ്ത്രീകൾ വല്ലതും ഉണ്ടല്ലോ? നിങ്ങൾ എങ്ങനെയാണ്? ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നവരാണോ? നിങ്ങൾ വിനയമുള്ളവരാണോ? അതോ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എതിർക്കുന്നവരോ ചെറുക്കുന്നവരോ ആണോ? ഭർത്താവിന് വിനയപ്പെടാൻ മനസ്സില്ലാതെ അഹങ്കരിച്ച് തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നവരാണോ? ഞാൻ ഇന്നയിടത്ത് നിന്ന് വന്നതാണ്, ഇന്ന സ്ഥലത്ത് നിന്ന്, എൻ്റെ അപ്പൻ ഇന്നയാളാണ്, എൻ്റെ അപ്പൻ്റെ അപ്പൻ ഇന്നയാളാണ് എന്നൊക്കെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ? കുടുംബജീവിതം തകർന്നു പോകും.
ഭർത്താവിന് വിനയപ്പെടുക. എപ്പോഴും ഓർക്കുക, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുക, ഭാര്യ ഭർത്താവിനെ അനുസരിക്കുക, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടുക. വേദപുസ്തകം പറയുന്നത് എങ്ങനെയാണ്? 3 കാര്യങ്ങൾ. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുക, ഭാര്യ ഭർത്താവിനെ അനുസരിക്കുക, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടുക. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കരുതുക, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുക. പല പുരുഷന്മാർക്കും പറ്റുന്നത് അവിടെയാണ്, ബഹുമാനമില്ല. ഭാര്യ എന്നേക്കാൾ എത്രയോ താണവൾ, ആ ഒരു ചിന്താഗതിയാണ്. തെറ്റാണത്. ഭാര്യ തന്നെ പോലെ തന്നെയോ ബെറ്റർ ഹാഫായിട്ട് കണ്ടുകൊള്ളണം. ബെറ്റർ ഹാഫ്, നേർപകുതിയാണെങ്കിൽ ബെറ്റർ ഹാഫാണ് ഭാര്യ. ഭാര്യയ്ക്ക് ഭർത്താവ് ബെറ്റർ ഹാഫ്, ഭേദപ്പെട്ട പകുതി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയായിരിക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഐക്യം പുലരും. ഒരു സെക്കൻഡ് ചിന്തിക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ വാസ്തവമായ ആ ഒരു ഐക്യമുണ്ടോ? സ്നേഹത്തിൻ്റെ ഊഷ്മളതയുണ്ടോ? ഞാൻ പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കൂ. അത് സ്നേഹത്തിൻ്റെ ഊഷ്മളത എന്ന് പറയുന്നത് വെറും സെക്സ് അല്ല, ലൈംഗികത്വമല്ല. അതിൽ അപ്പുറത്തൊരു വലിയ ദൈവസ്നേഹമുണ്ട്. ദൈവസ്നേഹം. ഭാര്യയും ഭർത്താവും ഒരു മനസ്സ്, ഒരു ഹൃദയം. തെറ്റുണ്ടെങ്കിൽ പരസ്പരം സ്നേഹത്തോടെ വിനയത്തോടെ പറഞ്ഞ് തിരുത്താം, കുഴപ്പമില്ല, പറഞ്ഞു കൊടുക്കാം, കുഴപ്പമില്ല. ഭർത്താവ് തെറ്റായ ഒരു വഴിയിൽ നീങ്ങുന്നെങ്കിൽ ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം. പക്ഷേ വേറെ ആരും കേൾക്കരുത്, മക്കൾ കേൾക്കരുത്. ആരും കേൾക്കാതെ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഭർത്താവ് ഭാര്യയ്ക്കും പറഞ്ഞു കൊടുക്കാം. മക്കൾ ഭാര്യയെ വഴക്ക് പറയരുത്, ഭാര്യയെ ശാസിക്കരുത്. കുടുംബം ഐക്യമായി പുലരണം. നമ്മുടെ കുടുംബം ഐക്യമായി പുലരണം. അന്ന് ഈസബേൽ എന്ന് പറയുന്ന സ്ത്രീ തൊയ്യത്തൈര സഭയെ ദുഷിപ്പിച്ചു കളഞ്ഞു, സഭയെ ദുഷിപ്പിച്ചു കളഞ്ഞു. അരുതാത്തതായ ഒരു ചിന്താഗതി മനുഷ്യ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ അപകടത്തിലേക്ക് കൊണ്ടുപോയി. ഒരു വിധത്തിൽ പറഞ്ഞാൽ നിക്കലാവിയർ എന്ന് പറയുന്ന നടപ്പും അതുതന്നെയായിരുന്നു. നിക്കലാവിയർ അവർ ഇത് തന്നെയാണ് പറഞ്ഞത്, ജഡം നിസ്സാരമാണ്, ജഡം നിസ്സാരം. നിക്കലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നൊരു നന്മതിനെക്കുറിച്ച് പറയാനുണ്ടെന്ന് ഫേസ് സഭയോട് പറയുന്നുണ്ടല്ലോ. ആ നിക്കലാവിയർ എന്ന് പറയുന്നത് ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളതായിരുന്നാൽ മതി, അതുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും തെറ്റില്ല എന്ന് ചിന്തിക്കുന്നൊരു ചിന്താഗതി. മനുഷ്യൻ തൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ സ്വന്തം അഭിപ്രായപ്രകാരം ആശയങ്ങളെ വളച്ചൊടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാമുള്ള ഈ ലോക ജീവിതത്തിൽ നാം തെറ്റിലേക്ക് പോകാൻ നമ്മെ തന്നെ സൂക്ഷിക്കണം. അപകടത്തിലേക്ക് നീങ്ങരുത്. നാം ദൈവം കൃപ ചെയ്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമാണ്, ഭാഗ്യശാലികളാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവരും കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരുമാണ്. നമുക്ക് തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും സത്യമായും യേശുവിനെ പിൻഗമിക്കുന്നതായിരിക്കാൻ തക്കവണ്ണം നാം വളരെ ഉത്സുകരായിരിക്കണം. ഞാൻ ഈ വചനം പറയുന്ന ഞാൻ തന്നെ സൂക്ഷിക്കണം, എന്നിലേക്ക് ആരും വരരുതെന്ന്. എൻ്റെ അരികിലേക്ക് ആരും വരരുത്, എന്നെ ആരും ആശ്രയിക്കരുത്. ഞാൻ കേവലം ഒരു ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് മാത്രം. എൻ്റെ അടുക്കലേക്ക് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല, എന്നോട് കുറച്ച് നേരം സംസാരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല. ഞാൻ പറയുന്ന വചനം കേട്ട് നിങ്ങൾ അനുസരിച്ചാൽ രക്ഷപ്പെടും. വചനം കേൾക്കണം. വചനമാണ് ജീവൻ, വചനമാണ് ശക്തി. അന്നത്തെ സഭയിൽ പറ്റിയ അപകടം, വചനം വിട്ടു വ്യക്തികളിലേക്ക് ആകർഷിക്കപ്പെട്ടു, ഈസബേലിലേക്ക് ആകർഷിക്കപ്പെട്ടു. വചനം വിട്ടുപോയി. വചനത്തിൽ വേരൂന്നണം, വചനത്തിൽ വേരൂന്നണം. വചനാനുസൃതമല്ലാത്ത ദർശനങ്ങൾ പോലും അംഗീകരിക്കരുത്. വചനാനുസൃതമല്ലാത്തതായ ആത്മീയ വ്യാപാരങ്ങൾ പോലും ആത്മീയ വ്യാപാരമാണ്, ധരിച്ചു പോകരുത്. എല്ലാം വചനപ്രകാരമായിരിക്കണം. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ വചനമുണ്ടല്ലോ, ഈ ദ ഹോളി ബൈബിൾ, ഈ ബൈബിളാണ് നമ്മുടെ ആധാരം, ഇതാണ് നമ്മുടെ അടിസ്ഥാനം. ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം, എല്ലാം നോക്കണം. ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? വചനം എന്ത് പറയുന്നു? കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറയും തിരുവെഴുത്തോ എന്ത് പറയുന്നു, അപ്പോസ്തലൻ പറയും തിരുവെഴുത്തോ എന്ത് പറയുന്നു. എല്ലാം തിരുവെഴുത്തിലേക്ക് വിടുകയാണ്, തിരുവെഴുത്തിലേക്ക്, വചനത്തിലേക്ക് വിടുകയാണ്. ഏതൊരു കാര്യത്തിനും വചനമുണ്ടോ അതിന് പിന്നിൽ നിന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ പല ചെയ്തികളിലും വചനമില്ല, വചനത്തിൻ്റെ പിൻബലമില്ല. നാം നമ്മുടെ സ്വാർത്ഥത കൊണ്ടെന്തെല്ലാമോ ചെയ്തു പോകുന്നു, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നിന്നെന്തെല്ലാമോ പറഞ്ഞു പോകുന്നു, സ്വന്തം കാഴ്ചപ്പാട് കൊണ്ട് എന്തെല്ലാമോ ചെയ്തു പോകുന്നു എന്നുള്ളതല്ലാതെ വചനാനുസൃതമായി നാം ജീവിക്കുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ വചനമനുസരിക്കണം. ഈസബേൽ അവൾ അപകടത്തിലായിപ്പോയി. ആ കൂട്ടത്തിൽ അനേകർ തെറ്റിപ്പോയി. ആ സ്ത്രീയെ നീ അനുവദിക്കുന്നത് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് വരുന്നത് എന്താണെന്നറിയാമോ? കഠോരമായ ശിക്ഷ വരുമെന്നാണ് പറയുന്നത്. കഠോരമായ ശിക്ഷ എന്താണ് പറയുന്നത്? ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നുവെന്ന് സകലസഭകൾ അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. വളരെ കട്ടിയായിട്ടാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പകരം ചെയ്യും. നിങ്ങൾ സത്യവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയാൽ, നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, നിങ്ങൾ പാപത്തിലേക്ക് തിരിഞ്ഞു പോയാൽ തക്ക സമയത്ത് ഞാൻ പകരം ചെയ്യും. ഓ, എത്ര കഠോരമായ വാക്കാണിത്!
പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ജീവിതത്തിൽ തെറ്റുകൾ സൂക്ഷിച്ചുകൊള്ളണം, വളരെ സൂക്ഷിച്ചുകൊള്ളണം. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ, ഓരോ വാക്കും പറയുമ്പോൾ, ഇതിന് എനിക്ക് പ്രതികാരം കിട്ടുമോ, എനിക്ക് ശിക്ഷ വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പറയാൻ. ഓരോ വാക്കും, നമ്മുടെ ഓരോ വാക്കും നിത്യതയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ വാക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും. ഏത് നിസ്സാര വാക്കിനും നിസ്സാരമായിട്ട് കണക്കാക്കരുത്. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചിന്തിക്കൂ, ഭർത്താവിനോട് പറഞ്ഞ ചില വാക്കുകൾ ദൈവം കണക്കിട്ടാൽ എന്ത് ശിക്ഷയാണ് വരാൻ പോകുന്നത്? മോനെ, നീ നിൻ്റെ ഭാര്യയോട് പെരുമാറിയ ചില പെരുമാറ്റങ്ങളും അവളോട് പറഞ്ഞ വാക്കുകളും ചില ശാപവാക്കുകളും ചില ഗർജനങ്ങളുമെല്ലാം ദൈവം കണക്കിടുമ്പോൾ നീ എന്ത് മറുപടി പറയും? ഓർക്കൂ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡും നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അലസത ലേശം വരാതെ നോക്കിക്കൊണ്ട് ഇരിക്കണം. ജീവിതത്തിൽ പാപം വരാതെ നാം സൂക്ഷിക്കണം. പാപത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും വരാതെ സൂക്ഷിക്കണം. എപ്പോഴും കരുതലോടെ ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ അങ്ങ് നിഷ്ഠയോടുകൂടി നിന്നില്ലെങ്കിൽ പ്രവർത്തിക്കത്തക്കവണ്ണം പകരം ചെയ്യുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്താണ് പറയുന്നത്? ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. അകത്തെ ചിന്താഗതികളെ ഞാൻ അളന്നു നോക്കുന്നു, എല്ലാം നോക്കുന്നു, മനോഭാവങ്ങളെ അളന്നു നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയട്ടെ, മനോഭാവങ്ങളെ അളന്നു നോക്കും. എൻ്റെ കർത്താവേ, അവിടെ നിന്ന് ദുഃഖിക്കുന്ന ഏതെങ്കിലും മനോഭാവം എനിക്ക് വരുന്നുണ്ടോ? അവിടെ നിന്ന് വ്യസനിക്കുന്ന ഏതെങ്കിലും ആറ്റിറ്റ്യൂഡ് എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? അവിടെ നിന്ന് വ്യസനിക്കുന്നതായ ഏതെങ്കിലും ഒരു ചിന്താഗതി എൻ്റെ ഹൃദയത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഭയന്നുകൊള്ളണം. വിറച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് സങ്കടത്തോടെ ചെല്ലണം. കർത്താവേ, യേശുവിൻ്റേതല്ലാത്ത ചില ഭാവങ്ങൾ എനിക്ക് വന്നുപോയി, യേശുവിൻ്റേതല്ലാത്ത ചില മനോഭാവങ്ങൾ എനിക്ക് വന്നുപോയി, യേശുവിൻ്റേതല്ലാത്ത ചില സ്വഭാവങ്ങൾ എനിക്ക് വന്നുപോയി. എൻ്റെ യേശുവേ, ഞാൻ പറഞ്ഞ വാക്ക് നിൻ്റെ സ്വഭാവമുള്ളവനായി ഞാൻ ജീവിക്കുമെന്നാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് ചില കെടുതികൾ സംഭവിച്ചു പോയി. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എനിക്ക് മാപ്പ് തരണമേ, പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, തിരക്താലിനെ കഴുകണമേ, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നാം ദിനംപ്രതി കഴുകൽ പ്രാപിക്കണം. ചിലപ്പോൾ ഒരു കാര്യം തെറ്റ് വന്നാൽ അന്നേരം തന്നെ ഉടനെ മനസ്സ് ഉയർത്തണം. കർത്താവിലേക്ക് ഹൃദയം ഉയർത്തണം. കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ, ചിന്താഗതി തെറ്റിപ്പോയല്ലോ, ഉടനെ മനസ്സ് ഉയർത്തിക്കൊള്ളണം. അങ്ങനെ അപ്പോഴപ്പോൾ നമ്മൾ തന്നെ തിരുത്തി മുമ്പോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. ആരും തികഞ്ഞവരല്ല. പക്ഷേ ഓർത്തുകൊള്ളണം, പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചുകൊണ്ട്, വചനപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അറിയാതെ പോയ പാവങ്ങൾ കർത്താവ് ക്ഷമിച്ചു തരും. പാവബോധത്തോടെ കരഞ്ഞാൽ കർത്താവ് ക്ഷമിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത്രയും കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്താനുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ഓർത്ത് അനുഭവിക്കാനുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അനുഭവിക്കാനുണ്ടോ? ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് വ്യസനിക്കാനുണ്ടോ? അയ്യോ, തെറ്റുപറ്റി പോയല്ലോ കർത്താവേ എന്ന് പറയാനുണ്ടോ? എൻ്റെ ദൈവമേ, അത് വേണ്ടായിരുന്നു, എനിക്കത് അബദ്ധം പറ്റിപ്പോയായിരുന്നല്ലോ, അയ്യോ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ഇപ്പോൾ ചിന്തയില്ലാത്തവരായിട്ടിരിക്കുകയാണ്. ഒരു ചിന്തയുമില്ല, ഒന്നും ചിന്തിക്കുന്നില്ല, വെറുതെ കേട്ട് പോകുന്നേ ഉള്ളൂ. ജീവിതത്തിലൊന്നും പോയി തെറ്റുകളെ ഓർത്ത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു, ആദ്യകാലങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ വലമ്പൂർ പള്ളിയിൽ ഉപവാസയോഗം നടത്തുമ്പോൾ അന്ന് വചനം പറയാൻ തുടങ്ങുമ്പോഴേക്കും ആളുകൾ കൂട്ടക്കരച്ചിലായിരുന്നു. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയായിരുന്നു. കൂട്ടക്കരച്ചിൽ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കരയുന്നു. എന്തിനാണ് കരയുന്നത്? പാപത്തെ ഓർത്ത് കരയുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് കരയുന്നു. സ്നേഹത്തെ ഓർത്ത് കരയുന്നതിനാണ് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതേ, സന്തോഷം കരച്ചിലായി അണമുറിയാതെ ഒഴുകുന്നു. സഹോദരങ്ങളെ, എന്തായിരുന്നു ആ ആദ്യകാലം? 1973 തുടങ്ങിയ ആ കാലങ്ങളിൽ എന്തൊരു ആത്മീയ വിപ്ലവമായിരുന്നു. ഞാൻ ആശയോടെ പറയുകയാണ്, എന്തുകൊണ്ട് അത് ഇനിയും ആവർത്തിച്ചുകൂടാ? സ്തോത്രം. ഇനിയും ആത്മീയമായ ഉണർവ് എന്തുകൊണ്ട് ആവർത്തിച്ചുകൂടാ? ഇനിയും ആവർത്തിക്കരുതോ? കർത്താവേ, അത് ഞാനിതാ എന്നെ തന്നെ താഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഭക്തൻ, അദ്ദേഹം ഒരവസരത്തിൽ പറഞ്ഞു, ബെൻ മീ ലോഡ് ബെൻ മീ, ദൈവമേ എന്നെ കുനിയിക്കണമേ, ദൈവമേ എന്നെ കുനിയിക്കണമേ, എന്നെ വിനയമുള്ളവനാക്കി തീർക്കണമെന്നാണ്. ബെൻ മീ ലോഡ് ബെൻ മീ, ബെൻഡ്, എന്നെ കുനിയിക്കണമേ എന്ന് അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉന്നതമായ രീതിയിലുള്ള വെയിൽസിലെ ഭയങ്കരമായ ആത്മീയ ഉണർവ് പ്രസംഗകൻ ഉണർന്നപ്പോൾ ജനം ഉണർത്തപ്പെട്ടു. സ്തോത്രം. ദൈവത്തിൻ്റെ വേറൊരു ദാസൻ അമേരിക്കയിൽ പോയി അവിടെയുള്ള ഇന്ത്യക്കാരോട് പ്രസംഗിച്ചു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിൽ പോയി അവിടെ ഉള്ള റെഡ് ഇന്ത്യൻസോട് ഞാൻ സംസാരിച്ചു, അവരെ കൺവേർട്ട് ചെയ്യിച്ചു. ബട്ട് ഹൂ ക്യാൻ കൺവേർട്ട് മീ? എന്നെ ആര് കൺവേർട്ട് ചെയ്യും? ഹൂ ക്യാൻ കൺവേർട്ട് മീ? എന്നെ ആര് കൺവേർട്ട് ചെയ്യും?
അദ്ദേഹം തിരിച്ചു വന്നു, ആത്മീയണർ ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ട് എൻ്റെ സഹോദരങ്ങൾ അനുദപിക്കാൻ തയ്യാറാകുമോ? അവനവനെ തന്നെ വിനയപ്പെടുത്താൻ തയ്യാറാകുമോ? അനുദപിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുദപിക്കാൻ തോന്നുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ എളിമയോടെ അനുദപിക്കുകയാണ്. ഞാനും കർത്താവെ ഒന്നും നേടിയില്ല, ചെയ്യേണ്ടതൊന്നും ചെയ്തതൊക്കെ ചെയ്യില്ല. ഇതാ പ്രയോജനമില്ലാത്ത ദാസൻ, ചെയ്യേണ്ടതുപോലും ചെയ്തില്ല. കർത്താവെ നല്ല നല്ല അവസരങ്ങൾ പാഴാക്കി കളഞ്ഞു. ഞാനതാണ് കർത്താവ് പറയുന്നത്. എനിക്കും അഭിമാനിക്കാനൊന്നുമില്ല, എനിക്കും പോഴാനൊന്നുമില്ല, എനിക്കും ആശ്രയിക്കാൻ ആരുമില്ല. ഞാൻ യേശുവിൻ്റെ ആ മുറിഞ്ഞ പാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ തൃപ്പാദം മുത്തിക്കൊണ്ട് ഞാൻ യാചിക്കുകയാണ്, കർത്താവേ എന്നെ കഴുകണമേ, എൻ്റെ യേശുവേ എന്നെ കഴുകണമേ, എൻ്റെ യേശുവേ എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ യേശുവേ എനിക്ക് നിൻ്റെ മനസ്സ് തരണമേ, എൻ്റെ യേശുവേ എനിക്ക് നിൻ്റെ ഹൃദയം തരണമേ, യേശുവേ എനിക്ക് നിൻ്റെ മനോഭാവം തരണമേ, യേശുവേ നിൻ്റെ മനസ്സുള്ളവനായി ജീവിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ ജീവൻ്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. വചനത്തിൽ കൂടി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിന് തീ പകർന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ തീയുടെ അനുഭവത്തിൽ തുടർന്ന് ജീവിപ്പാൻ, സമാധാനവും സന്തോഷമുള്ളവരായി ജീവിപ്പാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മക്കളെല്ലാം അവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ. നാനാവിധത്തിലുള്ളതായ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉള്ളിലുന്നവർ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവർ, രോഗത്തിൻ്റെ ആകുലതയാൽ വലഞ്ഞു കഴിയുന്നവർ, കർത്താവ് പ്രശ്നങ്ങൾ തട്ടിമുട്ടി വിഷമിക്കുന്നവർ, പണത്തിൻ്റെ കെടുതിയിലും കടത്തിൻ്റെ ബാധ്യതയിലും കിടന്ന് പിടയുന്നവർ, കർത്താവേ എല്ലാവരെയും അവിടെ നിന്ന് കാണണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ, സമാധാനം നൽകണമേ യേശുവേ. അവിടെ ദിവ്യസമാധാനം ഈ മക്കളോട് വസിക്കണമേ. അത് രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധമായ നിലനിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.